ചേച്ചി നിങ്ങൾ വിഷു ഒക്കെ ആഘോഷിക്കാറുണ്ടോ? വിഷു ആഘോഷിക്കാറൊക്കെ ഉണ്ട്. പായസമൊക്കെ വെക്കാറുണ്ടോ? അമ്മ പായസമൊക്കെ വെച്ച് ഞങ്ങൾക്ക് തരും. ചെറിയ കാര്യം ചോദിക്കട്ടെ, വിഷു എന്തിനാ ആഘോഷിക്കുന്നതെന്ന് അറിയോ? അതിൻ്റെ ഐതിഹ്യം അറിയോ? വിഷു ആഘോഷിക്കുന്നത് ഇല്ല അല്ലേ? ചേച്ചിക്ക് അറിയോ? വിഷു എന്തിനാ ആഘോഷിക്കുന്ന അറിയോ? ഇല്ല. കൃഷ്ണനെ ബേസ് ചെയ്ത കണിയാണ് ആ ഒരു കൃഷ്ണൻ നല്ലൊരു തുടക്കത്തിനായിട്ട് ചിലരങ്ങനെ ആഘോഷിക്കാറുണ്ട്. ചേച്ചി വിഷു ഒക്കെ ആഘോഷിക്കാറുണ്ടോ? കണിയൊക്കെ വെക്കാറുണ്ടോ? കണിയൊക്കെ വെക്കാറുണ്ടോ? സത്യം പറഞ്ഞാൽ ഐതിഹ്യം അങ്ങനെ നോക്കിയിട്ടില്ല. പിന്നെ രാവിലെ അമ്മ എപ്പോഴും എണീപ്പിച്ച് കണി കാണിക്കും. സന്ധ്യ ഭഗവാന്റെ ഒരു ഇതാണ്, ഒരു ആധാരമാണ്. ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ട് കാർഷിക വൃത്തിയുടെ ജനങ്ങളുടെ കാർഷിക വൃത്തിയായിട്ട് ഓണം കഴിഞ്ഞ് അടുത്ത ഒരു കേരളീയ ഉത്സവമായിട്ട് ആഘോഷിക്കാറ്. നമ്മുടെ വർഷപ്പിറവി, കാർഷിക വർഷപ്പിറവി, അതൊക്കെയാണ് അതിന്റെ ഐതിഹ്യങ്ങളായിട്ട്. എന്നാലും അതിന്റെ പിന്നിലൊരു കഥ ഉണ്ടാവുമല്ലോ, അറിയോ? സോറി, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. സിമ്പിൾ ആയിട്ടൊരു റീസണാ. ഇല്ല, കിട്ടുന്നില്ല. സമ്പൽ സമൃദ്ധിയുടെ ഒരു കാഴ്ചപ്പാടായിട്ടാണ് കാണുന്നത്. അല്ല, വിഷു ഇങ്ങനെ ആഘോഷിക്കും, വിഷു ആണ് വാക്കെത്തിക്കണം, ഇനി അതൊക്കെ അറിയാം. ഇതൊക്കെ കഥകളുണ്ട്, അതൊന്നും ഓർമ്മയിലില്ല. ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് വിഷു ആഘോഷിക്കുന്നത്. അത് കാരണമാണ് എല്ലാവരും കൈനീട്ടം കൊടുക്കുന്നത്. അന്ന് കൊടുക്കുന്നത് വലിയ അനുഗ്രഹമായിട്ടാണ് എല്ലാവരും കരുതുന്നത്.